എല്ലാ ഫുഡ് ലേബലിലും ഫുഡ് മാർക്ക് ഇവിടെ വിൽക്കുന്ന സാധനത്തിന് മേലേക്ക് ഉണ്ടാവും. FSSAI എന്നതിന്റെ എക്സ്പാൻഷൻ പറയാൻ പറ്റുമോ? ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഒന്ന് പറഞ്ഞേ, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഞാൻ FSSAI. ഇതില്ലാതെ ഒരു പ്രൊഡക്റ്റും സെയിൽ ചെയ്യാൻ പാടില്ല. അതിന് പുറമെ ഒരു 14 അക്ക നമ്പർ ഉണ്ട് ഇതിന്റെ കൂടെ. അതാണ് ലൈസൻസ് നമ്പറാണ്. 14 അക്ക നമ്പർ. ലൈസൻസ് നിങ്ങൾ തുടങ്ങുന്നത് രജിസ്ട്രേഷൻ ആണെങ്കിൽ 2 ഈ നമ്പർ തുടങ്ങി. ഇത് 1 എന്ന് പറഞ്ഞാൽ ലൈസൻസാണ്. പിന്നെ അത് കഴിഞ്ഞ് 13 എന്നുണ്ട്. 13 എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയാണ്. പിന്നെ അടുത്ത 3 അക്കം ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ്? നിന്റെ ജാതകാണ് ഇത്. ഈ നമ്പർ FSSAI സൈറ്റിൽ അടിച്ചാൽ നീ ആരാണ്, എന്താണ്, എവിടെയാണ് എന്നുള്ളത് എല്ലാം കിട്ടും. ഇത് ഇപ്പൊ ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാതെ സ്ഥാപനം നടത്തരുത്. ഇനി രണ്ടാമത്തത് ഈ നമ്മളെ ഫുഡ് പരിശോധനക്കായിരുന്നു. അതേപോലെ തന്നെ ലേബൽ ഉണ്ടാക്കുമ്പോൾ ഈ പച്ചക്കുത്തെല്ലാം കണ്ട അതെന്താണ്? നീ പറയണ്ട ക്ലാസ് അറ്റൻഡ് ചെയ്തവരെന്ന് പറയണ്ടേ. എന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തൊരു കുറെ പേര് ഇവിടെ ഉണ്ട്. വെജിറ്റേറിയൻ. അപ്പൊ വാങ്ങുന്ന പ്രൊഡക്റ്റ് വെജാണോ നോൺ വെജാണോ എന്ന് എവിടെ കാണണം? ലേബിളിൽ കാണണം. അതുകൂടാതെ ഈ കുഞ്ഞിയുടെ പേര് വേണം. അതിന്റെ മേലെ പേര് വേണം, എത്ര ഗ്രാമാണെന്ന് വേണം, എത്ര എമൗണ്ട് വേണം, മാനുഫാക്ചറിംഗ് ഡേറ്റും വേണം, എക്സ്പയറി ഡേറ്റും വേണം, ആരാണ് ഉണ്ടാക്കിയെന്ന ഡീറ്റെയിൽസും ഇതിന്റെ മേലെ വേണം. പിന്നെ ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻ. ഇതിൽ 100 ഗ്രാം കഴിച്ചാൽ നിനക്ക് എന്ത് കിട്ടും, എത്ര കാർബോഹൈഡ്രേറ്റ് കിട്ടും, എത്ര പ്രോട്ടീൻ കിട്ടും, എത്ര ഫാറ്റ് കിട്ടും, അതെല്ലാം ഇവിടെ ന്യൂട്രീഷണൽ ഇൻഫോർമേഷനും വേണം. ഇതെല്ലാം ഒരു ലേബലിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇനി അറിയേണ്ടത് നിങ്ങളുടെ പ്രൊഡക്റ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിന്റെ പേര് പറഞ്ഞ താഴെ വരാം, പേര് പറ. വിപിൻ ഒരു മല്ലിപ്പൊടി പാക്കറ്റ് ചെയ്യുന്നു. കമ്പനിക്കാരൻ്റെ ഉടമസ്ഥനാണെന്ന് കരുതുക. അപ്പൊ പഠിക്കുന്നത് ഏതാണ്? എന്തൊക്കെ എനിക്ക് ബൈക്ക്. ഭയങ്കര സ്കോപ്പാണ് അല്ലേ? എത്ര ലക്ഷം എത്ര വണ്ടി ഇറങ്ങുന്നുണ്ട് കേരളത്തില്? അറിയോ? കണക്കറിയോ? പഠിച്ചോ? വേറെ ഫീൽഡ് കണക്കില്ല. അപ്പൊ കക്ഷി വിപണിയിൽ ഇറക്കുന്നത് ഒരു മല്ലിപ്പൊടിയാണെന്ന് കരുതുക. എന്തിറക്കുന്നത്? കൊറിയാണ്ടം പൗഡർ. അത് ഫുഡ് സേഫ്റ്റി ഓഫീസർ സാമ്പിൾ എടുക്കും പരിശോധനയ്ക്ക് വേണ്ടി. ലാബിൽ നിന്ന് റിപ്പോർട്ട് വന്നു സബ്സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ആ മല്ലിപ്പൊടിന്റെ പ്രൊഡക്റ്റ് 100% എന്തായിരിക്കണം? മല്ലിപ്പൊടിയേ പാടുള്ളൂ. അതിന്റെ കൂടെ ഇവൻ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് 20% അരിപ്പൊടി ചേർക്കും. സപ്പോസ് അരി മല്ലിയും രണ്ടും ആരോഗ്യത്തിന് ഹാനികരം ഉണ്ടാക്കുന്നതല്ലല്ലോ. അപ്പൊ പ്രൊഡക്റ്റ് സബ്സ്റ്റാൻഡേർഡ് എന്നിട്ട് റിസൾട്ട് വരും. സബ് സ്റ്റാൻഡേർഡ് പൂർണ്ണമായും മല്ലിയല്ല. ഇങ്ങനെയുള്ളത് RTA കോടതി ഫയൽ ചെയ്യും. നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യും RTA കോടതി. ജയിൽ ശിക്ഷയില്ല. അപ് ടു 5 lakh വരെ ഫൈൻ അടക്കും. എത്ര? 5 ലക്ഷം രൂപ വരെ. അതിന്റെ പേരെന്ത്? സബ്സ്റ്റാൻഡേർഡ്. അടുത്ത് ഇവനടുത്ത് വേറൊരു പ്രൊഡക്റ്റ് എടുക്കും. അതിലെന്തുണ്ട്? ഇൻസെക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ചേർക്കാൻ പറ്റാത്ത കളറുണ്ട്. റിസൾട്ട് എന്താ? ലാബിൽ നിന്ന് ഒരു അൺസേഫ് ഫൈനിന്റെ അടച്ചിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. കോടതിയിലാണ് ഫയൽ ചെയ്യുക. കോടതി. അപ്പോൾ 6 മാസം 1 ലക്ഷം വരെ തടവ് കിട്ടും. 1 ലക്ഷം വരെ എന്നല്ല, 1 വർഷം വരെ. പിന്നെ നിന്റെ പ്രൊഡക്റ്റ് കാരണമായിട്ട് ഒരാൾ സ്വർഗത്തിലേക്ക് പോയാന്ന് പറഞ്ഞാൽ നിന്റെ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് വയറിളക്കം വന്നു, ബ്രെയിൻ അപ്സെറ്റായി, പരിശോധനയിൽ നിന്റെ പ്രൊഡക്റ്റ് കാരണമായിട്ടാണ് ഇയാൾ സ്വർഗത്തിലേക്ക് പോയത്, മരിച്ചത്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ടാൽ ആ ജീവനാന്തകാലം നീ എവിടെ കിടക്കേണ്ടി വരും? ജയിലിൽ കിടക്കേണ്ടി. ജീവിതം ഒഴിക്കുക നിന്റെ കാരണമായിട്ട് ഒരാൾ സ്വർഗത്തിലേക്ക് പോയാൽ. അപ്പൊ ഇതിനെ കിടന്നിട്ട് അതാണ് നല്ലത് അല്ലേ? സ്വർഗം അങ്ങനെ തോന്നാൻ തുടങ്ങിയ ഈ ഉപരിതലത്തിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അന്തർഭാഗത്താണ് തോന്നി തുടങ്ങിയ. ഇല്ലല്ല, ആർക്കും അങ്ങനെ തോന്നുന്നുണ്ടാ? ഇല്ലടാ, എല്ലാ ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് സബ്ജക്റ്റ് ഞാൻ ചിലപ്പോൾ മാറ്റും. എല്ലാം ചെറുപ്പക്കാരാണ്. നല്ല രീതിയിൽ ജീവിക്കണം. ഇന്ത്യ നിങ്ങളെ നോക്കിയിട്ടാണ് നാളെ തീരുമാനിക്കുന്നത്. നാളത്തെ ഇന്ത്യ തിളങ്ങണമെങ്കിൽ ആര് തിളങ്ങണം? ഇന്നത്തെ തിളങ്ങലേ. ഇന്ത്യക്ക് വാർദ്ധക്യം ബാധിച്ചു, വയസ്സന്മാരെ കിട്ടിയിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് ആരോഗ്യരേഖ എന്താ കാര്യം? എന്താ? ഞാനൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ കയറിയത് PSC ടെസ്റ്റ്. ആ PSCന്റെ എക്സ്പാൻഷൻ എന്താണ്? പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇന്ന് കേരളത്തിലെ യുവതിയുടെ അവസ്ഥ അറിയോ? എല്ലാവരും PSCക്കാരാണ്. ആ PSC ഏതാണ്? ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ കയറിയത് PSC ടെസ്റ്റ് ചെയ്തിട്ടാണ്.
പക്ഷെ ഇന്നത്തെ യുവതലമുറ തികച്ചും PSC കാരാവാൻ പോകുകയാണ് എല്ലാവരും. ഏതാണ് ആ PSC? ആ PSC ഏതാ? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. എല്ലാവർക്കും ലൈഫ് സ്റ്റൈലാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഈ ലൈഫ് സ്റ്റൈല് എന്ന് പറയുമ്പോൾ തന്നെ അതിന് കാരണക്കാരനില്ല. നമ്മൾ ലൈഫിനെ എന്താക്കി? സ്റ്റൈലാക്കി. സ്റ്റൈലാക്കിയപ്പോൾ എന്ത് കിട്ടി? രോഗം കിട്ടി. അപ്പം നമ്മളെന്ത് ചെയ്യണം? ആ സ്റ്റൈലിന് എന്ത് ചെയ്യണം? മാറ്റിക്കൊണ്ടുവരണം. അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല, എനിക്ക് 3 മണിക്കൂർ സ്ഥലത്ത് എത്തണം. ഇപ്പം എന്താ പറഞ്ഞ ആക്ട് എന്താ പറഞ്ഞു വന്നത്? നിങ്ങളാരും ഡ്രഗ് ഒന്നും കഴിക്കരുത് മക്കളെ. കൂട്ടുകെട്ടൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ജിമ്മിനും മറ്റൊക്കെ പോകുന്ന പയ്യന്മാരുണ്ട്, രാത്രി കളിക്കാൻ പോകുന്ന പയ്യന്മാരുണ്ട് ഈ കൂട്ടത്തിൽ. ആ കളിക്കേണ്ട പേരെന്താണ്? എത്ര മണിക്കാ ബുക്ക്? 10 മണിക്ക് വരെ. എത്ര മണി വരെ? എല്ലാ ദിവസവും 11. വീട്ടിലെത്ര എപ്പോ? 2 മണിക്കാ? 2 മണിക്കാ? വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ദൂരത്ത് പോകും? വീടെവിടാ? എല്ലാ ദിവസവും പോവോ? കൃത്യമായിട്ട് വീട്ടിലെത്തുമോ? രാവിലെ ഇവിടെ എത്ര മണി ക്ലാസ്സിനെത്തണം? 9:15. കഴിഞ്ഞപ്പോഴേ നിങ്ങൾ നാട്ടിലുണ്ടാ? എന്താ ഉറപ്പ് കഴിഞ്ഞിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ നേട്ടണം. എനിക്ക് പഠിക്കാൻ ചോദിക്കുന്നതാണ്. നിങ്ങളെ പല സ്ഥലത്ത് പലതും കിട്ടും, അറിവ് കിട്ടും. എന്താ ഇത്രയൊക്കെ അങ്ങ് 12 പേരാ? 2 വീലറിലെ പോയ യാത്ര 3 ആൾ കയറുവാ? ചില സമയത്ത് 3 ആൾ കയറും. ഓക്കെ, അപ്പൊ ആൻസറിൽ അവനോട് ചോദിച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോകുന്നില്ല. ഞാനും ഡ്രഗ് ഒന്നും അടിക്കരുത്. ഇപ്പൊ എനിക്ക് ഫുഡ് സേഫ്റ്റി എടുക്കാൻ ഇപ്പൊ താല്പര്യമില്ല, നിങ്ങളെ മുന്നിൽ കിട്ടിയുള്ളൂ. ഒരു പ്രതീക്ഷയില്ലാത്ത തലമുറയാണ്. നിങ്ങളെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ ഇവിടെ വിട്ടത് വെറുതെ ഒന്നല്ല, അവരിൽ നിങ്ങളെ പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്താക്കരുത്? പോസ്റ്റിന് കൊണ്ട് പോയി ഇടിച്ച് തീർക്കരുത്. പോസ്റ്റിന് നേരെ നല്ല ഡ്രൈവിങ്ങിൽ പോസ്റ്റ് കൊണ്ട് പോയി ഇടിക്കുമോ? പിന്നെ എങ്ങനെ ഇടിച്ച് പോകുന്നത്? എങ്ങനെ? എന്തെങ്കിലും തമ്മാടി നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ എന്ത് ചെയ്യണം? നിങ്ങളെല്ലാം നല്ലവരാണ്, നിങ്ങൾ മുഖം കണ്ടാൽ തന്നെ അറിയാം. നല്ല പ്രസന്നതയുണ്ട്, ബിരിയാണി നിന്നിട്ടും ഊർജ്ജസ്വലതയുണ്ട്. ആ മയക്കവും നിങ്ങൾ കാണുന്നില്ല. നാച്ചുറൽ ഐറ്റംസാണ് നിങ്ങൾ അടിക്കുന്നുള്ളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തമ്മാടിത്തോ ഈ ഡ്രഗ്സിനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ നിർത്തിക്കൊള്ളണം. ഇതിനു വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു ഗുണവും അതിനെ കൊണ്ടില്ല. 16 വയസ്സിൽ ചെക്കലിൽ ഞാൻ നേരെ കുത്തിക്കൊന്നു പറഞ്ഞു. അതെവിടെ? ഏത് ജില്ലയിലാണ്? ഒരു കൂട്ടുകാരനെ കുത്തിക്കൊന്നത്. ഒരിക്കാകെ 14-15 വയസ്സുള്ള അവൻ എന്തിൻ്റെ അഡിക്റ്റാണ്? എത്ര കാലം ജീവിക്കണം? നീ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണോ? ഇവിടെ എവിടെ? മലപ്പട്ട. എന്തിനാ പഠിക്കുന്നത്? എത്ര വയസ്സായി ഇപ്പോൾ? 20. ഇവിടെ എല്ലാ ചെറുപ്പക്കാരോടും അതിലൊന്നും നിങ്ങൾക്ക് കിട്ടാനില്ല. ഈ കഞ്ചാവിലെ ഇപ്പൊ MDM ആണ് സാധനത്തിന്റെ വരുന്നത്. MDM ആ MD എന്ന് പറഞ്ഞാൽ MBBS കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഓർമ്മിക്കണ്ട, ഞാൻ അങ്ങനെയാണ് ഓർമ്മിച്ചിരിക്കുന്നത്. MBBS കഴിഞ്ഞാൽ MDക്കാണ് പോവുക, PG കോഴ്സാണ്. BA കഴിഞ്ഞാൽ എന്തിനാ പോവുക? MAക്കാണ് പോവുക. MD MA രണ്ടും കൂടി. നിങ്ങളെ കൂട്ടുകാർ ആരെങ്കിലും തമ്മാടികളുണ്ടെങ്കിൽ ഉടനെ എക്സൈസിന് അറിയിക്കണം. നേരെ ആദ്യം പറയാം, നിർത്തുന്നോ ഇല്ലയോ. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതിൻ്റെ തമ്മാടികൾ ഉണ്ടെങ്കിൽ, ആരും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്, ഉണ്ടെങ്കിൽ അവനോട് പറയാം, മോനെ ഇന്നലെ വരെ ചെയ്തത് ഓക്കെ, നാളെ മുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നിർത്തിക്കൊള്ളണം. നിർത്തിയില്ല എങ്കിൽ നിങ്ങൾ എക്സൈസിനെ അറിയിക്കുക, അല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചോ. പിറ്റേന്നിനാണ് പൊക്ക. എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് എക്സൈസ് കമ്മീഷണർ ഓഫീസ്. കണ്ണൂർ എൻ്റെ ജില്ലാ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് എക്സൈസ് കമ്മീഷണർ ഓഫീസ്. നിങ്ങൾക്കും ഗുണം കിട്ടില്ല, ഈ സമൂഹത്തിനും കിട്ടില്ല. ഈ രാജ്യം നിങ്ങൾ കൊല്ലരുത്. അങ്ങനെ കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടുകാരെ നല്ല രീതിയിൽ ഉപദേശിച്ചെടുക്കുക. ഒന്നും കിട്ടാനില്ല, ലൈഫെല്ലാം നഷ്ടപ്പെടും. അവസ്ഥ എവിടെ നിങ്ങൾ തകർന്ന് തരിപ്പണാക്കി തലയും കിട്ടൂല, മുഖവും കിട്ടൂല, ഒന്നും കിട്ടൂല. പൊതിഞ്ഞിട്ട് ഇടേണ്ട വരും. എപ്പോൾ എന്താ ഫുഡ് സേഫ്റ്റി പറഞ്ഞത്? പറയടെ നിർത്തിയത്. അൺസേഫ് വന്നാൽ ആ ജീവനാന്തകാലം ജയിലിൽ കിടക്കണം. പിന്നെ അച്ഛനെ അമ്മമാരെയൊക്കെ അനുസരിക്കണം. നിങ്ങളൊക്കെ വളർത്തിയ അച്ഛനെ അമ്മയൊക്കെ കൃത്യമായി അനുസരിക്കണം. അതേപോലെ തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ അറിയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അടുത്ത ലൈഫും ആർക്ക് തരാനറിയാം? നിങ്ങളെ കൃത്യമായി നോക്കിയിട്ട് പഠിപ്പിക്കാൻ കഴിയുന്ന നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നിങ്ങളെ വൈവാഹിക ജീവിതത്തിന് സമയമാകുമ്പോൾ ആർക്കറിയാം? നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാം. ഏതെങ്കിലും അണ്ടനെ അടകുടനെ പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി മാതാപിതാക്കളുടെ സ്വസ്ഥതയും തകർക്കരുത്. നിങ്ങളെ പഠിപ്പിക്കാൻ അറിയെങ്കിൽ ലൈഫ് വരെ അവർക്ക് അറിയില്ലേ? അതിലവർ പൊട്ടന്മാരാണോ? ആണോ? ഇവർ കല്യാണം കഴിച്ചവരുണ്ടോ സ്റ്റുഡൻസിൽ?
ഓക്കെ ഓക്കെ. അവർക്കൊരു കൈയ്യെടുത്ത് കല്യാണം കഴിഞ്ഞവർക്ക് ഇത് ശരിക്കും മാതാപിതാക്കൾ അറിഞ്ഞോടുള്ള കല്യാണമല്ലേ? നിങ്ങൾ ചാടിക്ക് മധുര ചാടിക്ക് വന്നതല്ല. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളവരെല്ലാം 4 ആളെ ഫോളോ ചെയ്യുക. ഓക്കെ, 4 ആളുടെ ജീവിതം ഫോളോ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇതാണ് ഫുഡ് സേഫ്റ്റി ആക്ട്. മനസ്സിലായല്ലോ? ഫുഡ് മേഖലയിൽ ചെയ്യുന്നവർ ലൈസൻസോ രജിസ്ട്രേഷനോ എടുത്തിരിക്കണം. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. എന്റെ ഡൗട്ട്, ഈ ബട്ടൺസ് ചൂടായോണ്ട് വെച്ചിട്ട് വേണോ? സാധാരണ ഇങ്ങനെ തന്നെയാണോ? ഒരു ബട്ടൺസ് കൂടെ ഇടും. നീ ഇല്ലേ? അതങ്ങനെയാണല്ലേ? ചേട്ടന്റെ രൂപം അങ്ങനെയാണ്. യെസ്, ഇങ്ങോട്ട് എല്ലാവരും കേൾക്കണ്ടേ? നമ്മുടെ നാട്ടിലൊക്കെ ചിലർ ഈ ഹോം മെയ്ഡ് കേക്ക് അങ്ങനെയുള്ള നിർമ്മിക്കുന്നുണ്ട്. അതിന് ഈ രജിസ്ട്രേഷൻ്റെ ആവശ്യമുണ്ടോ? രജിസ്ട്രേഷൻ്റെ ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അമ്മ രാവിലെ വിൽക്കുന്ന പ്രൊഡക്റ്റ് കഴിച്ച ഉടനെ നിന്നോട് പൈസക്ക് ചോദിച്ചാൽ അമ്മയോട് എന്ത് ചോദിക്കണം? രജിസ്ട്രേഷൻ ഉണ്ടോ ചോദിക്കാം. അപ്പോൾ ഹോം മെയ്ഡിനും രജിസ്ട്രേഷൻ വേണം. അടുത്ത ചോദിക്കുമ്പോൾ എനിക്ക് കൊടുത്തു. അടുത്ത ആരെങ്കിലും ചോദിച്ചു, എന്ത് പറഞ്ഞു ചോദിച്ചോ? ഇത്രയും മുളക് പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, പേര് പറയുന്നില്ല, മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, പേര് പറയുന്നില്ല. ആ ഒരു കമ്പനിയെ റെയ്ഡിൽ പിടിക്കലുണ്ടായി. പിടിച്ചു. അത് മറ്റേ പേപ്പറിലുണ്ടായിരുന്നു. അതിന്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ കമ്പനിക്കെതിരെ ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് വിവരങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നീട് ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പേര് പറയുന്നത് ഈ അത് നമ്മുടെ കേരളീയ വിപണിയിൽ ഇപ്പോൾ ഈസ്റ്റേൺ എന്നല്ല അറിയപ്പെട്ട ബ്രാൻഡുകളെല്ലാം കേസാണ്. പണ്ട് കാലത്ത് നമ്മുടെ ലാബിൽ കേവലം ടെസ്റ്റുകൾ ചെയ്യാനുള്ള ഫെസിലിറ്റീസേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ലാബ് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നു. 10-20 കോടിയുടെ മിഷനറിയൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാ കമ്പനിയുടെ പ്രൊഡക്റ്റിൽ പെസ്റ്റിസൈഡിലാണ് കേസ് വന്നിരിക്കുന്നത്. പെസ്റ്റിസൈഡ്. അപ്പോൾ ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരം ഒരു പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കുമ്പോൾ അതിൻ്റെ ബാച്ച് നമ്പർ ഉണ്ടാവും. ഇപ്പോൾ ഒരു മല്ലി ഒരു സമയത്ത് 1000 കിലോ ഇറക്കുന്നതെങ്കിൽ ഇപ്പോൾ 1-ാം തീയതി ഇറക്കുന്ന പ്രൊഡക്റ്റിന് ബാച്ച് നമ്പർ എന്ന് വെച്ചാൽ A12 ഫോർ എക്സാമ്പിൾ. ഈ റിസൾട്ട് ആ പ്രൊഡക്റ്റിന് എന്തുള്ളൂ? ആ ബാച്ചിൽ എത്ര പ്രൊഡക്റ്റ് ഇറക്കി ആ പ്രൊഡക്റ്റിന് ഈ റിസൾട്ട് ബാധകമാവുകയുള്ളൂ. ആ പ്രൊഡക്റ്റ് കമ്പനി വിപണിയിൽ നിന്ന് വിളിക്കും. കേസിന്റെ വഴിക്ക് നടക്കും. കേസ് തീരാൻ വേണ്ടി 1 വർഷം പോരാ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അൺസേഫ് കേസാണെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറായ ഞാൻ കോടതി ഫയൽ ചെയ്യും. ചിലപ്പോൾ 6 മാസമോ 1 വർഷമോ കഴിഞ്ഞാൽ എനിക്ക് പേപ്പർ വരും കോടതിയിൽ ഹാജരാവാൻ. ഞാൻ അവിടുന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം 1 by 1 ആയി പറയും. അപ്പോൾ അവരുടെ 5-6 വക്കീലുണ്ടാവും. അവരെല്ലാം എന്നെ ക്രോസ് ചെയ്യും. ഓരോ ചോദ്യങ്ങളും കൊണ്ട് ക്രോസ് ചെയ്ത് റിസൾട്ടൊക്കെ ജഡ്ജ്മെൻ്റൊക്കെ വരുമ്പോഴേക്ക് എന്താവും? 2 വർഷം 3 വർഷം കൊണ്ടൊക്കെ ജഡ്ജ്മെൻറ്റ് വരും. പക്ഷെ ഈ ബാച്ച് കേസായ ബാച്ച് വിപണിയിൽ കാണിക്കും. അടുത്തത് നീ ഇവിടുത്തെ സ്റ്റാഫാണ്. എന്തിനാ പഠിക്കുന്നത്? ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ്. 4 വർഷത്തെ കോഴ്സാണോ? അല്ല, 1 മാസത്തെ. ഞാൻ ബി ബാച്ചലർ ചോദിച്ചാൽ ബി എന്താണ്? ബ്യൂട്ടി പാർലർ നമ്മുടെ ആർട്ടൈൻ്റെ ഗ്രൂപ്പിൽ ഇതിനെ ഒരു പപ്പടം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ന്യൂസ് അത് 2-3 ദിവസമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പടത്തിന്റെ ഉള്ളിൽ പേപ്പറിലാണ് അതിന്റെ സീലും കാര്യങ്ങളും വരുന്നത്. ഫുഡ് പ്രോഡക്റ്റിന്റെയും മേലെ പേപ്പർ ടച്ച് ചെയ്യാൻ പാടില്ല. ഒന്ന്, നിങ്ങൾ പപ്പടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പപ്പടത്തിന്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കവറിന്റെ അകത്തല്ല പപ്പടം ഉണ്ടാകാം. ആ പ്ലാസ്റ്റിക് കവറിന്റെ പുറത്ത് എന്തുണ്ടാകാൻ പാടില്ല? ലേബൽ ഉണ്ടാകും. ഇപ്പൊ പപ്പടത്തിന് ഡയറക്റ്റ് ഫുഡുമായി ടച്ച് ചെയ്യണം. അങ്ങനെ ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള നാട്ടിൻപുറത്തുള്ള ചെറുകിടക്കാരാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരെന്ത് ചെയ്യാം? അടുത്ത പാക്കിങ്ങിൽ എന്താക്കുക? പുറത്തേക്ക് ലേബിൾ വരിക. ഫുഡുമായിട്ട് ഒരു പേപ്പറും ടച്ച് ചെയ്യാൻ പാടില്ല. ന്യൂസ് പേപ്പർ പ്രത്യേകിച്ചും ടച്ച് ചെയ്യാൻ പാടില്ല. എല്ലാം മോനെ, അതാ ഞാൻ പറഞ്ഞത്. ഇന്ന് വിപണിയിൽ കാണുന്ന അറിയാത്തവര് ചിലപ്പോൾ അവർ ലേബലൊക്കെ ആകാൻ മടിയായിട്ട് ചില ന്യൂസ് പേപ്പറിൽ പ്രിന്റ് ചെയ്തിട്ട് അകത്തിട്ടിട്ടുണ്ടാവും. അത് പാടില്ല. ഞങ്ങൾ FSOമാർ ഫീൽഡിൽ പോയിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് ഒരു 60% മാറി വന്നിട്ടുണ്ട്. നാട്ടിൻപുറങ്ങളിൽ അതുള്ളൂ.
അങ്ങനെയുള്ളവർക്ക് ആദ്യം അഡ്വൈസ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. മാറുന്നില്ല എങ്കിൽ ഫുഡ് സേഫ്റ്റി അറിയിക്കുക, സാമ്പിൾ എടുക്കുക, അഡ്ജുഡിക്കേഷൻ്റെ കേസ് ഫയൽ ചെയ്യുക. ആദ്യം പറഞ്ഞു കൊടുക്കുക. അറിയാത്തതുകൊണ്ട് പലതും സംഭവിക്കുന്നു. ആദ്യം അറിവ് കൊടുക്കുക. മാറുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പ് നോക്കുക. അടുത്തത് പ്ലാസ്റ്റിക്കിന്റെ കവർ ക്വാളിറ്റി ഇല്ലാണ്ടല്ലേ കൊടുക്കുന്നു? അല്ല, ഫുഡ് ഗ്രേഡ് ചെയ്യുന്ന ഇവൻ ചോദിച്ച ന്യായമായിട്ട് കൈയ്യോട് കൊടുത്താൽ ഫുഡ് പാക്ക് ചെയ്യുന്ന സാധനം ഫുഡ് ഗ്രേഡ് ആയിരിക്കണം. ഫുഡ് ഗ്രേഡ് ആണെന്ന് തെളിയാൻ വേണ്ടി ആ പ്ലാസ്റ്റിക് വാങ്ങുന്നിടത്ത് ആ കമ്പനി ഫുഡ് ഗ്രേഡിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോക്കൽ പ്ലാസ്റ്റിക്കിൽ വെക്കാൻ പോലെ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് തന്നെ എന്ത് ചെയ്യണം? വിപണിയിൽ ലഭ്യമാണ്. ഫുഡ് ഗ്രേഡിലെ പാക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ യെസ് പറ. അത് ചോദിച്ചാൽ ലൈസൻസ് വളരെ പെട്ടെന്ന് കൊടുക്കുമല്ലോ. വീട്ടിലെ ഹോം മെയ്ഡ് ഉപകരണങ്ങൾക്കെല്ലാം രജിസ്ട്രേഷനെ കൊടുക്കും. അത് നിങ്ങൾ നല്ല രീതിയിലേക്ക് മാറിയാൽ നിങ്ങൾ വീട്ടിൻ്റെ അടുത്ത് സെപ്പറേറ്റ് റൂം എടുത്തിട്ട് അതിനൊരു നമ്പർ വാങ്ങും. ജസ്റ്റ് റൂം എടുക്കുക. ബിസിനസ് ഡെവലപ്പ് ആകുമ്പോൾ കിച്ചണിൽ കളിക്കണ്ട, അല്ല കൂറ കയറും. ചിലപ്പോൾ എരി തിന്നിട്ട് ബാക്കി നിങ്ങൾക്ക് കിട്ടും. നല്ലൊരു ഇപ്പം സ്റ്റെപ്പായി പോവുക. നല്ലൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ വീട്ടിൻ്റെ അടുത്ത് തന്നെ സ്ഥലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സ്ഥലം വാങ്ങുക. അല്ലെങ്കിൽ നാട്ടിൻപുറത്തിൻ്റെ ഉൾഭാഗത്ത് ചെറിയ പൈസക്ക് വാടകയ്ക്ക് റൂം കിട്ടും, അങ്ങോട്ടേക്ക് മാറുക. പിന്നെ നമ്മുടെ പല ഉത്സവ വേളകളിലും ഇങ്ങനെ ഇതുപോലെയുള്ള ഓരോ ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടക്കുമ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നവർക്കൊക്കെ എങ്ങനെയാണ് ലൈസൻസിന്റെ കാര്യങ്ങൾ? ഇപ്പം നമ്മുടെ പള്ളിയിലെ ഉത്സവം, അമ്പലത്തിലെ ഉത്സവം, അതൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് കടകൾ വരും. ഇപ്പോൾ നമ്മളൊരു വർഷമായിട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അമ്പല കമ്മിറ്റിയൊക്കെ കണക്ട് ചെയ്ത് അവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന കിണറിലെ വെള്ളമൊക്കെ പരിശോധിപ്പിച്ച് അവിടുത്തെ ചെറുപ്പക്കാരെന്നല്ല പറയും, ബാല്യക്കാർ, ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് ബാല്യക്കാർ എന്നുള്ള പേരിലുണ്ട്. ഞാൻ പയ്യന്നൂർ അമ്പലത്തിൽ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ബാല്യക്കാരുണ്ട്. ഞാൻ നോക്കുമ്പോൾ 80 വയസ്സുള്ള കൂട്ടത്തിൽ അത് ബാല്യക്കാർ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരല്ലേ? അത് അങ്ങനെയല്ല സാർ. ഭക്ഷണം ഉണ്ടാക്കുന്നവിടെ അങ്ങനെ നമ്മൾ പൊതുവെ പറയുന്ന പേരെന്നാണ് മുച്ചിലോട്ട്. യെസ്, അങ്ങനെ കളിയാട്ടിൽ തന്നെ ബാല്യക്കാർ എന്നാ പറയാം. അപ്പം അവിടെ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പള്ളിയിലായാലും അമ്പലത്തിൽ ക്രിസ്ത്യൻ പള്ളിയിലായാലും ഞങ്ങൾക്ക് തുടങ്ങുന്ന ഉത്സവത്തിന് സംഘാടകരോട് ഇങ്ങനെ തുടങ്ങുന്ന സ്റ്റാളുകാരിൽ താൽക്കാലിക 100 രൂപേൻ്റെ രജിസ്ട്രേഷൻ എടുക്കണം. എല്ലാ സ്റ്റാളുകാരും എന്തെങ്കിലും ഇഷ്യൂസ് വന്നവർ പിടിക്കാൻ കഴിയണ്ടേ? അത് കുറച്ച് ദിവസത്തേക്കായാലും ഫുഡിൻ്റെ രജിസ്ട്രേഷൻ എടുക്കണം. എല്ലാവരും എടുത്തിരിക്കണം. അവിടെ ഇപ്പം ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ പരിശോധന നടത്തുന്നുണ്ട്. യെസ്, ഇല്ല എന്താ പറഞ്ഞ ഇല്ല പറയാ രജിസ്ട്രേഷൻ യെസ്, 100 രൂപക്ക് ഒരു വർഷം, 5 വർഷം വരെ ഒന്നിച്ചെടുക്കാം. നിങ്ങളിപ്പോൾ എടുക്കുമ്പോൾ 5 വർഷത്തേക്ക് ഒന്നിച്ചെടുക്കാം. രജിസ്ട്രേഷൻ ആണെങ്കിൽ 500 രൂപ അടക്കണം. ലൈസൻസ് ആണെങ്കിൽ 10,000 രൂപ അടക്കണം 5 വർഷത്തേക്ക്. പിന്നെ യെസ്, അടുത്തത് നമ്മൾ പല ഭക്ഷണങ്ങളെയും വാണിംഗ് കാണിക്കും. കഴിക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വാണിംഗ് കാണിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് യാതൊരു കാരണവശാലും നമുക്ക് അടുത്ത് പിടിക്കാതെ വായിക്കാൻ കഴിയാത്ത രീതിയിലാണ് കൊടുക്കുന്നത്. അതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമ്മൾ സുഹൃത്ത് മുന്നേ സൂചിപ്പിച്ചു മസാലന്റെ കാര്യം, അതായത് മുളക് പൊടി അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തേയില വളരെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്തിട്ട്, എനിക്കറിയാവുന്ന കേസാണ്, കളർ ചേർത്തിട്ടല്ല വേറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട്, അത് നമുക്കറിയില്ല, വളരെ നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ട ചായപ്പൊടി കൊണ്ടുവന്നിട്ട് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല് ക്വാളിറ്റി കൂടിയ ചായപ്പൊടി അല്ലെങ്കിൽ കളർ ചേർക്കും, സിന്തറ്റിക് ഫുഡ് കളർ ആഡ് ചെയ്യും. എന്റെ ശ്രദ്ധയിൽപ്പെട്ട സാധനം എന്താണ്? അല്ല, അത് നമുക്കറിയില്ല. നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു എന്നല്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് അറിവുണ്ട്. കാരണം 10 കിലോ കൊണ്ടുവന്നാൽ അവൻ 15 കിലോ ആക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടാണെന്ന് അറിയില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ ചേർത്തിരുത് അത് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അല്ല, അത് ചോദ്യം എന്നോട് ചോദിച്ചു സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ടല്ലേ? ചോദ്യം എന്നോട് ചോദിച്ചത് സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പൊ സമൂഹത്തിന്റെ നന്മക്ക് അത് ഉപകരിക്കണമെങ്കിൽ എന്റെ അടുത്ത് എനിക്ക് പിന്നെ പറഞ്ഞോ, ഞാൻ പൊതുവെ പറഞ്ഞത്. ഓക്കെ, അല്ല ഞാൻ ഉദ്ദേശിച്ചത് അതങ്ങനെ ചെയ്യുന്നുണ്ട്. നീ പോകുന്നതിന് മുമ്പ് അതെനിക്ക് പറഞ്ഞു തരണം. അപ്പൊ അത് അവനോട് ഞാൻ സൗഹൃദപരമായിട്ട് ചോദിച്ചു. അപ്പൊ അവന് എന്നോട് പറഞ്ഞത് നമുക്ക് ബന്ധപ്പെട്ട ആളുകൾ, ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെട്ട ആളുകളുണ്ട്, അതൊന്നും വിഷയമല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ 10 കിലോ കൊണ്ട് 15 അല്ല 20 ആക്കിയിട്ട്
ചെയ്യാൻ ബന്ധപ്പെട്ട ആളുകളുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കോടതിയുടെ വരാന്തിയിൽ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഈ രണ്ട് കാര്യങ്ങള് സാറോട് എന്താണ് അവര് പറഞ്ഞത്, എനിക്ക് ഡിപ്പാർട്ട്മെന്റിനും ഉത്തരവാദപ്പെട്ട ആളുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാന്നാ പറഞ്ഞത്. പിന്നെ വിത്തിൻ 1 month അതിൽ കളർ ചേർത്തിട്ട് കോടതി വരാന്തിയിൽ ഞാൻ അവരെ കാണിച്ചത്, നിന്നെ ഞാൻ വിളിച്ച് ഞാൻ കാണിച്ചു. ഓക്കെ, അത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോ ഫസ്റ്റ് പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. ഓക്കെ, ഒന്ന് അലർജന്റ് ആണ്. അലർജന്റ് ചില ഫുഡ് ഐറ്റംസ്, മൈദകള് അല്ലെങ്കിൽ മുട്ടകള്, ചില നട്ട്സുകൾ, അതൊക്കെ ചിലർക്ക് അലർജന്റ് ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വളരെ മൈന്യൂട്ടായി ഭൂതക്കണ്ണാടിയിൽ വെച്ചാൽ കാണും. അതിന്റെ റെഗുലേഷനൊക്കെ മാറ്റി. പിന്നെ ആക്കുന്നതൊക്കെ കൃത്യമായ നമ്മുടെ നേക്കഡ് ഐസ്, കൃത്യമായ കൺകാഴ്ചയുള്ളവർ കാണുന്ന വിധത്തിൽ മാറ്റണം എന്ന് പറഞ്ഞ് ഫുഡ് സേഫ്റ്റിയുടെ റെഗുലേഷൻ വന്നിട്ടുണ്ട്. രണ്ടാമത്തത്, നീ അറിയുന്ന ഈ സമൂഹത്തെ കാർന്നു നിന്ന കളർ ചേർത്തിന് നീ പറഞ്ഞ 3 കട്ടൻ ചായ 3 മാസം കുടിച്ചാൽ അയാൾക്ക് കുടൽ ക്യാൻസർ വരും. നീ പറയുന്ന ചായപ്പൊടി 3 മാസം വെറും സുലൈമാനി മാത്രം അടിക്കുന്ന ആളാണെങ്കിൽ, കടുപ്പത്തിലെ ചായ കുടിക്കുന്ന ആളാണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് അയാൾക്ക് എന്ത് വരും? ഇൻഡസ്ട്രിയൽ ക്യാൻസർ വരും. അതുകൊണ്ട് നീ നിർബന്ധമായിട്ടും അതെനിക്ക് പറഞ്ഞു തരണം. എൻ്റെ നമ്പർ നോട്ട് ചെയ്തു, 9495 എൻ്റെ നമ്പർ നോട്ട് ചെയ്തു. നമ്പർ നോട്ട് 9495 94 55 54 57 97. നീ എൻ്റെ ഒരു കൂട്ടുകാരോട് പറയണ്ട ആ രഹസ്യ സങ്കേതം പാക്ക് ചെയ്യുന്ന റൂം എവിടെയാണെന്ന് എന്താണെന്ന് സൈറ്റ് അഡ്രസ് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. എന്നിട്ട് സാമ്പിളെല്ലാം എടുത്ത് റിസൾട്ട് വന്ന് നിന്നെ ഞാൻ വിളിക്കും. മാൽ പ്രാക്ടീസ് ആണ്, കളർ ഉണ്ടാവും. കളറാ ചേർക്കുക. സാധാരണ കളറാ ചേർത്ത് ഉപയോഗിച്ച ചായപ്പൊടിയെ കളർ മിക്സ് ചെയ്യാം. വൈറ്റ് കൂട്ടാൻ കളർ കൂട്ടിയാൽ നടക്കൂല. വൈറ്റ് കൂട്ടിയാണോ ചെയ്യുന്നവര്? 10 കിലോ 15 കിലോ ആക്കുന്ന പറയുന്നത് അതെങ്ങനെ? എന്നാൽ അതും പരിശോധനക്ക് എടുക്കാം. നമുക്ക് വൈറ്റ് കൂട്ടുന്നത് നമുക്ക് ഹാംഫുൾ ആണോ എന്ന് അറിയേണ്ടത്, സേഫ് ആണോ അൺസേഫ് ആണോ അത് അറിയാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കി തരാം. പോരെ? അടുത്ത ചോദ്യം മുസ്തഫ പാമ്പുരുത്തി പറ. അടുത്തത് നിർത്തിക്കൂടെ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? തൽക്കാലം നിർത്ത. ഇത്ര വരെ സഹിച്ച നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഞാൻ പോയി.